ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തക്കാളി കൊണ്ടൊരു ഐറ്റമാണ്. ഇതിന് എന്ത് പേര് വിളിക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഇതെൻ്റെ ഉമ്മേൻ്റെ എല്ലാം കാലത്ത് ഉണ്ടാക്കുന്നൊരു സംഭവമാണ് കേട്ടോ. ചോറിന് വേറെ ഒന്നും ആവശ്യമില്ല, ഇത് മാത്രം മതി. ജോലിക്ക് പോകുന്നവർക്കെല്ലാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ തന്നെ ഒരുപാട് പണിയെല്ലാം സമയത്ത് നമുക്ക് ഒറ്റൊരു കറി കൊണ്ട് മാത്രം എങ്ങനെ ടേസ്റ്റിൽ ചോറ് എന്താണെന്നുള്ളതിനെ കൂടിയിട്ടുള്ളൊരു ഇതാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തതാണ് ഇത്രയും തക്കാളിയാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ, വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ തക്കാളി കട്ട് ചെയ്തതിന് ശേഷം ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് 1 ടീസ്പൂണ് കടുകിട്ട് പൊട്ടുമ്പോൾ തക്കാളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിന് കുറച്ച് സമയമാണ് കേട്ടോ ആവശ്യമുള്ളൂ. അപ്പം നന്നായിട്ട് വഴറ്റിയിട്ട് ഒന്ന് മൂടി വെക്കുക. അതിന് ശേഷം നമ്മൾ ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ട് 1 മുറി തേങ്ങേൻ്റെ കുറച്ച് കുറവ് കേട്ടോ, ആ തേങ്ങ മിക്സിയിലോട്ടേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് അതിലേക്ക് 2 ടീസ്പൂൺ അളവിന് നല്ല എരിവുള്ള മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പിടുമ്പോൾ നമ്മൾ തക്കാളിക്കും കൂടിയുള്ള പാകത്തിനുള്ള ഉപ്പിടണം. നമ്മൾ തക്കാളിയിൽ ഉപ്പിട്ടിക്കില്ല. അതിന് ശേഷം ഇതിലേക്ക് 1 വലിയുള്ളി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുക. ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് അന്ന് അരച്ചെടുക്കുക. അധികം അരയുണ്ട് കേട്ടോ, ഒന്ന് അരഞ്ഞാൽ മതി. അപ്പോൾ ഇതാ തക്കാളി വറ്റി വന്നിട്ടുണ്ട്, ഇതെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് എന്ത് ചെയ്യാം, നമ്മൾ അധികം അരയാണ്ട് ഒന്നരച്ചെടുത്ത ഈ തേങ്ങയും മുളകും വലിയുള്ളിയും കൂടി അരച്ചെടുത്തത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ആദ്യമായിട്ടെല്ലാം കുക്കിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഒന്ന് തിള വരുമ്പോൾ ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. തിള വന്നുകൊണ്ടിരിക്കുമ്പോൾ 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. 1.5 മിനിറ്റ് സമയത്ത് ഇത് ഒന്ന് വറ്റി വരിക, സമയം എടുക്കും കേട്ടോ. 1.5 മിനിറ്റേ ആവശ്യമുള്ളൂ. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയും ദോശേൻ്റെ കൂടെയും ചപ്പാത്തീൻ്റെ കൂടെയും എല്ലാം കഴിക്കാൻ ടേസ്റ്റാണ്. ഇത്രയാണ് ഈ ഒരു കറിക്ക് നമുക്കുള്ള സമയം വേണ്ടത്. ഇത് ഞാൻ അധിക സമയം എഡിറ്റ് ചെയ്യുകയൊന്നും ചെയ്തിട്ടില്ല, കുറച്ച് സമയമാണ് ഇനി വേണ്ടും. മൊത്തം എനിക്ക് തോന്നുന്നത് ഒരു 10 മിനിറ്റാണ് ഈ ഒരു ഐറ്റം ഉണ്ടാക്കുക വേണ്ടും. അപ്പോൾ അത് റെഡിയായി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇതിൻ്റെ പാത്രത്തിൽ ചോറ് പെരക്കി തിന്ന് ഭയങ്കര ടേസ്റ്റാട്ടോ. ഈ ഒരു പാത്രത്തിൽ ചോറ് തിന്നാൻ ഭയങ്കര ടേസ്റ്റാട്ടോ. ലാസ്റ്റ് ഇതിൻ്റെ അകത്ത് ചോറ് പെരക്കി തിന്നാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ.